സ്വാഗതം ഔട്ട് ഓഫ് ഫോക്കസിലേക്ക്. കാനിൽ കനി ഉയർത്തിയ രാഷ്ട്രീയമാണ് ഇന്നത്തെ ആദ്യ വിഷയം. മലയാളികൾക്ക് അഭിമാനമായാണ് ലോകപ്രശസ്തമായ കാൻ ചലച്ചിത്രോത്സവ വേദിയിൽ നടി കനി കുസൃതിയും ദിവ്യപ്രഭയും അടക്കമുള്ള മലയാളി താരങ്ങളെത്തിയത്. അവിടെ റെഡ് കാർപ്പറ്റിൽ ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തണ്ണിമത്തൻ ഡിസൈനുള്ള ബാഗുമേന്തിയാണ് കനി കുസൃതി പ്രത്യക്ഷപ്പെട്ടത്. ഇന്നത്തെ കാലത്ത് വർഷങ്ങളായി ഇസ്രായേലിന്റെ അധിനിവേശത്തിനിരയാകുന്ന, ഇസ്രായേലിന്റെ ക്രൂരതയ്ക്കിരയാകുന്ന ഫലസ്തീൻ ജനതയോട് ഐക്യദാർഢ്യപ്പെടുക എന്നതിനപ്പുറം ഒരു രാഷ്ട്രീയമില്ല എന്ന് കനി കുസൃതി ആ വേദിയിൽ ലോകത്തോട് വിളിച്ചു പറയുകയാണ് ചെയ്തത്. ആ ധൈര്യവും നിശ്ചയദാർഢ്യവുമാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ അടക്കം ചർച്ചയാകുന്നത്, വലിയ കയ്യടി നേടിക്കൊടുക്കുന്നത്. ഒരുപക്ഷെ മറ്റാരും കാണിക്കാത്ത ധൈര്യമാണ് കനി കുസൃതി കാണിച്ചത് എന്നാണ് വലിയ അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നത്. ആ രാഷ്ട്രീയമാണ് നമ്മളിവിടെ ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്നത്. അജിംസ്, കനിക്ക് പകരം മറ്റാരെങ്കിലും ആയിരുന്നുവെങ്കിൽ, മലയാളി താരങ്ങളിൽ മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ആ ഒരു ധൈര്യം കാണിക്കുമായിരുന്നു. എങ്ങനെയായിരിക്കും ചരിത്രത്തിൽ ആ ഒരു നിമിഷം അടയാളപ്പെടുത്താൻ പോകുന്നത്? ഇത് കനി കുസൃതി എന്നൊരു നടി, ആ നടിയെ സംബന്ധിച്ച് നമുക്കറിയാവുന്ന അവർക്ക് കൃത്യമായ പൊളിറ്റിക്കൽ കൺവിക്ഷനുള്ള ഒരു നടിയാണ്. അത് കനി കുസൃതി ഇപ്പോൾ ഒരു മൊത്തം ലോകത്ത് നടിമാരിലും കലാകാരന്മാരിലും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവർ ഒറ്റപ്പെട്ട ഒരാളല്ല. അങ്ങനെ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്ന ധാരാളം കലാകാരന്മാരുണ്ട്. പക്ഷെ കനി വളരെ വ്യത്യസ്തയാവുന്നത് ഒരു പൊളിറ്റിക്കൽ കൺവിക്ഷനുള്ള ഒരാൾ, നമുക്കൊരു രാഷ്ട്രീയ ബോധ്യമുള്ളപ്പോൾ നമുക്ക് കിട്ടുന്ന ഏത് അവസരത്തിൽ അത് പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അത് പ്രകടിപ്പിക്കാതിരിക്കാം, കനി കുസൃതിക്ക് അത് പ്രകടിപ്പിക്കാതിരിക്കാം. കാരണം അവരെ സംബന്ധിച്ച് കാനിൽ ചലച്ചിത്രമേള പങ്കെടുക്കാൻ കഴിയുക എന്നുള്ളത് തന്നെ വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. അവരെ സംബന്ധിച്ച് അതിനാണ് ഒരു കരിയർ ഓറിയൻറ്റഡ് ആർട്ടിസ്റ്റ് ആണെങ്കിൽ അവർ അതിനാണ് പ്രധാനം കൽപ്പിക്കുക. പക്ഷേ അവരെ സംബന്ധിച്ച് ഒരു മനുഷ്യൻ എന്ന നിലയിൽ, ഒരു രാഷ്ട്രീയ മനുഷ്യൻ എന്ന നിലയിൽ കനി കുസൃതി എന്ത് ചെയ്യുകയാണ്, തൻ്റെ പൊളിറ്റിക്കൽ കൺവിക്ഷൻ അവിടെ പ്രകടിപ്പിച്ചേ മതിയാകൂ എന്ന് തീരുമാനിക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒന്ന്, ഫലസ്തീൻ കോസ്, ഒരു ഫലസ്തീൻ രാജ്യം എന്നൊരു ആവശ്യം ലോകത്ത് വീണ്ടും ചർച്ചയാവണം. നമുക്കറിയാം, ലോകത്ത് കൊളോണിയലിസം അവസാനിക്കുന്ന ഒരു സമയം, അതായത് ബ്രിട്ടൻ അതിൻ്റെ കോളനി രാജ്യങ്ങളിൽ നിന്ന് പിന്മാറുന്നു, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ, ഫ്രാൻസ്, മറ്റ് രാജ്യങ്ങൾ, ബെൽജിയം, അങ്ങനെയുള്ള രാജ്യങ്ങളെല്ലാം സ്വാതന്ത്ര്യ സമരത്തെ തുടർന്ന് പിന്മാറുന്ന ഒരു സാഹചര്യത്തിലാണ് ഇസ്രായേൽ എന്ന രാഷ്ട്രം രൂപം കൊള്ളുന്നത്. നമ്മൾ ശ്രദ്ധിക്കണം. കാരണം കൊളോണിയലിസം 19ാം നൂറ്റാണ്ടിലും അതിനു മുമ്പൊക്കെ ആയിട്ട് വ്യാപിച്ച് കിടക്കുകയും ലോകത്തെ മൂന്നാം ലോക രാജ്യങ്ങൾ മുഴുവൻ ഈ രാജ്യങ്ങൾ കീഴ്പ്പെടുത്തുകയും ചെയ്യുകയാണ്. അവിടെ നിന്ന് ബ്രിട്ടൻ, ലോകത്തെ ഏറ്റവും വലിയ സാമ്രാജ്യത്വ ശക്തിയായ ബ്രിട്ടൻ പിന്മാറുന്ന സാഹചര്യത്തിലാണ് മറ്റൊരു കൊളോണിയലിസം ഉടലെടുക്കുന്നത്. അതായത് ഒരു ഇല്ലാത്ത രാജ്യം ഒരു രാജ്യത്തിന് മേൽ സൃഷ്ടിക്കപ്പെടുകയും അവിടെയുള്ള ആളുകൾ ആട്ടിയൊടിക്കപ്പെടുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇത്രയും വലിയൊരു അനീതി, കാരണം ആ അനീതിക്ക് തൊട്ടു മുമ്പാണ് അനീതി നമ്മൾ ആലോചിക്കണം. അത് ജർമ്മനിയിൽ ഹിറ്റ്ലർ ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്ത് ജൂതന്മാർക്ക് അനുകൂലമായൊരു വികാരം ലോകം മുഴുവൻ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് മറ്റൊരു അനീതി പുറപ്പെടുവിക്കുക, അവരുടെ പേരിൽ മറ്റൊരു അനീതി ഉണ്ടാകുന്നത്. അപ്പോൾ ആ അനീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അന്നത്തെ വേൾഡ് പവേഴ്സ്, അതായത് ജർമ്മനിക്കെതിരെ, ഹിറ്റ്ലറിനെതിരെ നിലനിന്ന വേൾഡ് പവേഴ്സ് അല്ലാതെ മൂകസാക്ഷികളായി നോക്കിയിരുന്നു ഈവൻ സോവിയറ്റ് യൂണിയൻ പോലും. കാരണം സോവിയറ്റ് യൂണിയനും അമേരിക്കയും ബ്രിട്ടനും ചേർന്നാണ് അന്ന് ജർമ്മനിക്കെതിരെ രണ്ടാം ലോക മഹായുദ്ധത്തിൽ മുൻപന്തിയിലുണ്ടായിരുന്നത്. പക്ഷെ അവിടെ സോവിയറ്റ് യൂണിയൻ, അതായത് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം പോലും ഈ ഒരു അനീതിയോട് നോക്കി നിൽക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ അനീതി സംഭവിച്ചു, ആളുകൾ പലായനം ചെയ്യപ്പെട്ടു. ലോകത്ത് അതൊരു പ്രശ്നമേ ആയില്ല, കാരണം അതിൽ വലിയ പ്രശ്നങ്ങൾ കഴിഞ്ഞേ ഉള്ളൂ. ഒരു രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞു, ഒരുപാട് രാജ്യങ്ങൾ സ്വതന്ത്രരാകുന്നു. അപ്പോൾ അത് വേറൊരു മൂഡിലാണ്. ഇങ്ങനൊരു അനീതി ആരും ശ്രദ്ധിക്കുന്നേ ഇല്ല. 1967 ഈ പറയുന്ന ഇസ്രായേൽ അറബ് വാർ, 6 രാജ്യങ്ങളുമായി ചേർന്ന് ഇസ്രായേലിനെതിരെ നടത്തിയ യുദ്ധം, ആ യുദ്ധത്തിൽ അറബ് രാജ്യങ്ങൾ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. ആ ഒരു 60കളുടെ അവസാനത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ഫലസ്തീൻ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ആൻറ്റി ഇമ്പീരിയലിസ്റ്റ്, ഒരു സാമ്രാജ്യത്വ വിരുദ്ധ, മുതലാളിത്ത വിരുദ്ധ സമരത്തിൻ്റെ ഭാഗമാകേണ്ട ഒരു ടോപ്പിക്കാണ് എന്ന് ഒരു ഗ്ലോബൽ ലെഫ്റ്റിന് തോന്നുന്നു. അന്ന് ലെഫ്റ്റ് എന്താണ്, സജീവമാണ്. ഗ്ലോബൽ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ സജീവമാണ്. അതായത് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു സാമ്രാജ്യത്വ രാജ്യമാണെന്നും അതൊരു മൂന്നാം ലോക രാജ്യത്തിന് മേൽ നടത്തിയ അധിനിവേശമാണെന്നും, ഇല്ലാത്ത രാജ്യം ഇല്ലജിറ്റിമേറ്റായിട്ട് സൃഷ്ടിക്കപ്പെട്ടതാണെന്നും അതിനെതിരായ സമരം ഒരു സാമ്രാജ്യത്വ വിരുദ്ധ സമരമാണ് എന്ന് ഒരു ഗ്ലോബൽ ലെഫ്റ്റ് തീരുമാനിക്കുകയും അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് 67 യുദ്ധത്തിന് ശേഷം. 67 യുദ്ധത്തിന് ശേഷം ഈ പറയുന്ന അന്നത്തെ പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ, യാസർ അറാഫത്തിൻ്റെ കീഴിലുള്ള PLO അവർ ലോകവ്യാപകമായി നടത്തിയ ഒരു ക്യാമ്പയിനുണ്ട്. ആ ക്യാമ്പയിൻ്റെ കൂടി പരിണിത ഫലമാണ് ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ഇത് ഒരു സാമ്രാജ്യത്വ വിരുദ്ധ സമരത്തിൻ്റെ ഭാഗമാണ് എന്ന് ഒരു ഗ്ലോബൽ ലെഫ്റ്റിന് തോന്നുന്നു. പിന്നീട് അതിന് വലിയ തോതിലുള്ള പിന്തുണ ലഭിക്കുന്നു. ഈ പിന്തുണ ലഭിച്ചു. 1967 ശേഷം എത്രയോ പതിറ്റാണ്ടുകൾ കടന്നുപോയി. നമ്മൾ ഇപ്പോൾ ഈ ഒക്ടോബർ 7, 2023 ഒക്ടോബർ 7 സംഭവം ഉണ്ടാകുന്നതിൻ്റെ ചരിത്ര പ്രാധാന്യം നമ്മളിവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്. അതിൻ്റെ ചരിത്ര പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, ലോകം മറന്നുപോയി. അതായത് ഫലസ്തീൻ കോസ് എന്ന് പറയുന്ന കാര്യം ഗ്ലോബൽ ലെഫ്റ്റ് മാത്രമല്ല, ലോക മനസാക്ഷി മറന്നുപോയി. ആ മറന്നു പോകാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഇതിങ്ങനെ നിരന്തരമായ, ഇപ്പോൾ 2000-ന് ശേഷം നിരന്തരമായ ആക്രമണങ്ങൾ, ഗസ ഉപരോധം, അങ്ങനെ നിരന്തരമായ ആക്രമണങ്ങൾ നടക്കുന്നു. അത് കണ്ട് അതായത് ഈ ആക്രമണങ്ങൾ കണ്ട് ഇതൊരു സാധാരണ സംഭവമായി തോന്നുന്നു. ഞാൻ മുമ്പും പലവട്ടം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇപ്പോൾ
എല്ലാ ദിവസവും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം വെസ്റ്റ് ബാങ്കിലോ മറ്റോ എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ ദിവസവും ആക്രമണം നടത്തുന്നുണ്ട്, എല്ലാ ദിവസവും മനുഷ്യരെ കൊല്ലുന്നുണ്ട്, അവിടെ മാധ്യമപ്രവർത്തകർ മരിച്ചു വീഴുന്നുണ്ട്, അവിടെ അനധികൃത കുടിയേറ്റമാരോ എല്ലാ ദിവസവും നടത്തുകയാണ്. അപ്പോൾ അനധികൃത കുടിയേറ്റം എന്ന് പറഞ്ഞാൽ അതൊരു അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ്. ഈ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമായതുകൊണ്ട് തന്നെ അമേരിക്ക പോലും അതിനിടയ്ക്കിടയ്ക്ക് എതിർക്കാറുണ്ട്. അപ്പോൾ ഈ അനധികൃത കുടിയേറ്റം ദിവസവും നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ഒരു ക്രൈം ദിവസം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് വാർത്തയല്ലാതായി മാറുന്നു എന്ന് പറഞ്ഞ പോലെ ഇതിനെതിരെ ആരും പ്രതികരിക്കുന്നുമില്ല. അതിനെതിരെ ഒരു അന്താരാഷ്ട്ര വേദികളിൽ ശബ്ദം വരുന്നില്ല. ഏറ്റവും ഒടുവിൽ UN ഒരു പുതിയ മിഡിൽ ഈസ്റ്റിനെ കുറിച്ചുള്ള ഒരു പ്രസൻറ്റേഷനുമായി നെതന്യാഹു വരുന്നു. നെതന്യാഹു നടത്തുന്ന പ്രസൻറ്റേഷനിൽ ഈ പുതിയ മിഡിൽ ഈസ്റ്റിൻ്റെ ഭൂപടം തന്നെ മാറ്റി വരയ്ക്കപ്പെടുന്നു. അതിൽ ഫലസ്തീൻ എന്ന പേര് പോലും ഇല്ല, ആ ഒരു രാജ്യം പോലും ഇല്ലാത്ത അവസ്ഥ വരുന്നു. അവിടെയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒക്ടോബർ 6 സംഭവിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ എന്തായി മാറുന്നു? ഒക്ടോബർ 7 ഇപ്പോൾ എന്താണ് ഇപ്പോൾ കാണുന്നത്? ഇപ്പോൾ ഇന്ന് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലോക മനസാക്ഷിയെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി ഫലസ്തീൻ മാറുകയാണ്. ഫലസ്തീൻ ആളുകൾ മരിക്കുന്നത് മാത്രമല്ല, ഫലസ്തീൻ എന്നൊരു രാജ്യമുണ്ടെന്നും ആ രാജ്യം സ്വതന്ത്രമാക്കപ്പെടേണ്ടതാണെന്നുള്ളത് ലോകത്തിൻ്റെ ഒരു പബ്ലിക് കൺസേൺസ് ഉണ്ടാവുകയാണ്. അങ്ങനെ ഉണ്ടാവുകയും അത് ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയമായി മാറുകയും ചെയ്യുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് നമ്മൾ ക്യാൻസിൽ കാണുന്നത്. ഇപ്പോൾ കനി കുസൃതി ഒരു വാട്ടർമെലൺ ബാഗുമായി വന്നു എന്നുള്ളത് മാത്രമല്ല, ക്യാനിൽ വേറെ പലതരത്തിലും അത് റെപ്രസെൻ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ കേറ്റ് ബ്ലാങ്ക് ധരിച്ചു വന്ന വസ്ത്രം അത് ഫലസ്തീൻ അനുകൂലമായിരുന്നു എന്ന് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ആണോ അല്ലയോ നമുക്കറിയില്ല. അവർ ഗൗണിൻ്റെ ഫ്രണ്ട് ബ്ലാക്കും ബാക്ക് ഭാഗത്തിൻ്റെ ഉൾഭാഗം പച്ചയും ചുവപ്പും ഒക്കെ ആയിട്ടാണ് അത് ധരിച്ചാണ് വന്നത്. അപ്പോൾ അങ്ങനെ പല രീതിയിൽ അത് പ്രകടിപ്പിക്കപ്പെടുന്നുണ്ട്. നമ്മളിപ്പോൾ യൂണിവേഴ്സിറ്റികളിലേക്ക് നോക്കുക, യൂണിവേഴ്സിറ്റികൾ എല്ലായിടത്തും ഈ പറയുന്ന ഈ ഒരു കോഴ്സിന് വേണ്ടി വിദ്യാർത്ഥികൾ രംഗത്ത് വന്നു കഴിഞ്ഞു. സർവകലാശാലകൾ നടപടി സ്വീകരിക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫോക്കൽ പോയിൻ്റായി, രാഷ്ട്രീയത്തിൻ്റെ ഒരു ഫോക്കൽ പോയിൻ്റായി ഫലസ്തീൻ മാറുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ നിർണായകമായ ചരിത്രപരമായ ഒരു ഘട്ടത്തിൽ പൊളിറ്റിക്കൽ കൺവിക്ഷനുള്ള ഒരു നടി, ഒരു മനുഷ്യൻ എന്ന നിലയിൽ കനി കുസൃതി സ്വാഭാവികമായി നമ്മൾ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ് അവിടെ സംഭവിച്ചത്. അതൊരു അത്ഭുതമല്ല, അവരത് ചെയ്യും എന്ന് നമുക്ക് ഉറപ്പുണ്ട്. കാരണം അവരെ മുമ്പും അത്തരത്തിൽ രാഷ്ട്രീയമായ അഭിപ്രായ പ്രകടനം നടത്തുന്ന ഒരാളാണ്. പക്ഷേ അതിൽ ഏറ്റവും രസകാര്യം വെച്ചാൽ കനി കുസൃതി അഭിനയിച്ച ചില സിനിമകളിലെ റോളുകൾ, ആ സിനിമകളുടെ രാഷ്ട്രീയമൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് അവരന്ന് അങ്ങനെ ചെയ്തില്ലേ, ഇന്നിങ്ങനെ ചെയ്തില്ലേ എന്നൊക്കെ വിമർശിക്കുന്നുണ്ട്. അതിൽ കാര്യമൊന്നുമില്ല. ഒരു നടി എന്ന നിലയിൽ അവർ അഭിനയിക്കുന്ന എല്ലാ സിനിമകളും പൊളിറ്റിക്കലി കറക്റ്റ് ആവണമെന്ന് നിർബന്ധം. അവരവരുടെ കരിയറാണ്. അങ്ങനെ എല്ലാം കൃത്യമായി സ്ക്രൂട്ടനൈസ് ചെയ്തിട്ട് അഭിനയിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. പക്ഷേ ഒരു മനുഷ്യൻ എന്ന നിലയിൽ അവർ പ്രകടിപ്പിച്ച അവരെ തന്നെ റെപ്രസെൻ്റ് ചെയ്യുകയാണ് ചെയ്തതെന്നാണ് ഞാൻ പറയുക. അതിനപ്പുറം അതിനെ നമ്മൾ എന്ത് ചെയ്യുക, റൊമാൻറ്റിസിസിൻ്റെ ആവശ്യമില്ല. അവരെ പോലെ ഒരു നടി, ഒരു വ്യക്തി എന്ന നിലയിൽ അവർ അത് ചെയ്യേണ്ടതാണ്. അവർ ചെയ്തു, അതിൽ അവർ അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. യെസ്, അതാണ്. നിഷാദ, മലയാള സിനിമയിലെ സ്ത്രീകൾ എവിടെ എന്ന ചോദ്യം ഉയരുമ്പോഴാണ് ഈ ചിത്രങ്ങൾ, കാനിൽ നിന്ന് ഈ ചിത്രങ്ങൾ പുറത്തു വരുന്നത്. അതും ഫലസ്തീൻ ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ടുള്ള കനിക്കുസൃതിയുടെ ആ ചിത്രങ്ങൾ. ആ നിശ്ചയദാർഢ്യത്തിന് എത്ര കയ്യടി കൊടുക്കാം? ഉറപ്പായിട്ടും. നേരത്തെ അജ്മസ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യം, അവിടുത്തെ ആളുകൾ, അവരുടെ പോരാട്ടം ലോകത്ത് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ലോകം അവരെ വളരെ സൗകര്യപൂർവ്വം മറന്നു കളയുന്നു എന്നതാണ്. അവരെന്തുമാത്രമൊക്കെ സഹിച്ചാലും, അവരുടെ എത്രയധികം ആളുകൾ കൊല്ലപ്പെട്ടാലും ലോകത്തിന് വളരെ പെട്ടെന്ന് മറന്നു കളയാൻ കഴിയുന്ന ഒരു സംഗതിയായിട്ട് ഫലസ്തീൻ പ്രശ്നം മാറിയിട്ടുണ്ട്. എല്ലാ തവണയും ഗസ ആക്രമിക്കപ്പെടുകയും കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുകയും കെട്ടിടങ്ങൾ തകർക്കപ്പെടുകയും അവരുടെ മണ്ണ് കയ്യേറുകയും ഒക്കെ ചെയ്യുന്നു. ഒരുപക്ഷെ ഒരു വാർത്ത സംഭവിക്കാം, ഒരു വാർത്തയാവാം, 3-4 ദിവസം കഴിയുന്നു. ആളുകൾക്ക് അതൊരു കൺസേൺ അല്ല എന്ന പ്രശ്നമുണ്ട്. ഇത്തവണ അതിനുണ്ടായിരിക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ മാറ്റം, ഇസ്രയേലിന് ഒന്നും മൂടി വയ്ക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, എല്ലാം സാധാരണമാക്കപ്പെടുകയും എല്ലാം സ്വാഭാവികമെന്നോണം മറവിയിലേക്ക് പോവുകയും ചെയ്തില്ല. ലോകം ഇന്ന് ഫലസ്തീനെക്കുറിച്ച് ചിന്തിക്കുകയും നിലപാട് പറയുകയും ചെയ്യുന്നു. 2-3 രാജ്യങ്ങൾ ഫലസ്തീനെ ഒരു ഔദ്യോഗിക രാഷ്ട്രമായി അംഗീകരിച്ചുകൊണ്ടുള്ള അവരുടെ നയപ്രഖ്യാപനം നടത്തുന്നു. അപ്പോഴാണ് ലോകപ്രശസ്തമായിട്ടുള്ള ഒരു വേദിയിൽ മലയാളിയായ ഒരു നടി ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് എന്ന പ്രത്യേകത അതിനുണ്ട്. അവർക്ക് കാൻ ഫെസ്റ്റിവലിൽ പോകാൻ കഴിഞ്ഞു, അവരുടെ ചിത്രം അവിടെ പ്രദർശിപ്പിക്കാൻ കഴിഞ്ഞു എന്നത് നിശ്ചയമായിട്ട് അവരുടെ കരിയറിലെ ഒരു അഭിമാന നിമിഷമാണ്. അതിനേക്കാൾ വലിയ അഭിമാനം അവർക്ക് നേടിക്കൊടുത്തൊരു മൊമെൻറ്റാണ് അവർ തണ്ണിമത്തൻ ബാഗുമായിട്ട് പോയത്. കാരണം ഇന്ന് ലോകം അവരെ ഡിസ്കസ് ചെയ്യുന്നത് ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടൊരു ഇന്ത്യൻ നടി കാനിലെ റെഡ് കാർപ്പറ്റിൽ വന്നിരിക്കുന്ന നിലയ്ക്കാണ്. ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങൾ മുഴുവൻ വാർത്തയാക്കിയിരിക്കുന്നത് കനി കുസൃതിയുടെ അവർ ഈ ബാഗുമായി വന്ന് ഈ റെപ്രസെൻറ്റേഷൻ പങ്കുവച്ചതിനെക്കുറിച്ചാണ്. സോ സാധാരണ നിലയ്ക്ക് കാനിൽ പോയി പങ്കെടുത്ത് വന്നാൽ കിട്ടുമായിരുന്നതിനേക്കാൾ വലിയ അംഗീകാരത്തിൻ്റെ പ്രതലത്തിലേക്ക് അവർ ഉയർന്നിട്ടുണ്ട്. കാരണം ലോകം മുഴുവൻ ഫലസ്തീന് അനുകൂലമായി ചിന്തിക്കുകയാണ്. കാൻ ഫെസ്റ്റിവലിൻ്റെ ഒരു സമീപകാല ചരിത്രം എടുത്താലും അവരെടുക്കുന്ന ഒരു തരത്തിലൊരു റിസ്ക്കാണ്. കാരണം ഈ കാൻ ഫെസ്റ്റിവലിനെ കുറിച്ച് നമ്മൾ വായിക്കാൻ പോയാൽ അവർ വളരെ കൃത്യമായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശം ഇതിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് നിരന്തരമായി കൊടുത്തുകൊണ്ടേയിരുന്നു. ഇതൊരു രാഷ്ട്രീയ പ്രകടനത്തിൻ്റെ വേദിയല്ല.
സമരത്തിൻ്റെ വേദിയല്ല, ഇവിടെ നിങ്ങൾ അത്തരം സമരരൂപങ്ങൾ ഉപയോഗപ്പെടുത്താൻ പാടില്ല എന്ന് ഇങ്ങനെ നിർദ്ദേശിച്ചുകൊണ്ടേയിരുന്നു. കാരണം അവർക്കറിയാം ഫലസ്തീനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രൊട്ടസ്റ്റുകളോ ഏതെങ്കിലും തരത്തിലുള്ള ഡെമോൺസ്ട്രേഷൻസോ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സാധാരണ ചേരുന്ന സുരക്ഷായോഗങ്ങളെക്കാൾ 3 ഇരട്ടി സുരക്ഷായോഗം ഇത്തവണ ചേർന്നു ഇത് സംഘടിപ്പിക്കുന്നതിന് മുന്നോടിയായി അത് അത്രയും ഭയപ്പെടുന്നു. അതേസമയം നോക്കൂ, കഴിഞ്ഞ യുക്രൈൻ റഷ്യ വാർ നടക്കുന്ന സമയത്ത് റഷ്യൻ പ്രതിനിധികളെ കാൻ ഫെസ്റ്റിവലിൽ പങ്കെടുപ്പിക്കാൻ അവർ സമ്മതിച്ചില്ല. മനുഷ്യത്വത്തിനെതിരായിട്ടുള്ള വലിയ അക്രമം നടക്കുന്നതുകൊണ്ട് റഷ്യൻ പ്രതിനിധികളെ ഇത്തവണ പങ്കെടുപ്പിക്കാൻ കഴിയില്ല എന്ന നിലപാട് സ്വീകരിച്ചു കാനിൻ്റെ അധികൃതർ എന്ന് നമ്മൾ ഓർക്കണം. കാൻ മാത്രമല്ല, ഫീഫ നിലപാടെടുക്കുന്ന കണ്ടിട്ടുണ്ട്, പല കമ്പനികൾ നിലപാടെടുക്കുന്ന കണ്ടിട്ടുണ്ട്. അതേസമയം ഈ കാര്യത്തിൽ അവർക്ക് അതിജാഗ്രതയാണ്. അറബ് വംശജരായിട്ടുള്ള അറബികളായിട്ടുള്ള ഫിലിം മേക്കേഴ്സിനോട് അവർ പ്രത്യേകമായ ജാഗ്രതയും നിരീക്ഷണവും തുടർന്നു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ടോയെന്ന്. ഈ യുക്രൈൻ റഷ്യ വാർ നടക്കുമ്പോൾ അവിടെ സെലൻസ്കിക്ക് അപ്രതീക്ഷിതമായ അയാൾ വീഡിയോ കോൺഫറൻസിൽ പ്രത്യക്ഷപ്പെടുകയും റഷ്യക്കെതിരായിട്ടുള്ള നിലപാട് പ്രസംഗിക്കുകയും ചെയ്തു. ഇവിടെ ഒന്നും പറ്റില്ല. അപ്പോൾ അത്രയും റിസ്കി ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ അവരവരുടെ നിലപാട് പറയുന്നു. കാൻ ഫെസ്റ്റിവലിനെ കുറിച്ച് എടുത്താൽ നേരത്തെ അജിംസ് പറഞ്ഞാൽ അവരുടെ കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേദിയാണ്. പിന്നെ കാനിൻ്റെ പ്രത്യേകത അവിടെ കേവലമായ ചിത്ര പ്രദർശനമോ അംഗീകാരങ്ങളോ മാത്രമല്ല, വളരെ ബിസിനസ് പ്രോജക്റ്റുകൾ അവതരിപ്പിക്കുകയും അതിന്മേൽ ഡിസ്കസ് ചെയ്യുകയും പലതരത്തിലുള്ള ബിസിനസ്സിൻ്റെ തുടർച്ച ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ പല ആളുകളും ഇവിടെ രാഷ്ട്രീയം പറയാൻ ആഗ്രഹിക്കാത്തതിൻ്റെ കാര്യം അത് ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യാം, അവരുടെ കലാജീവിതത്തെ അഫക്റ്റ് ചെയ്യാം. ഇപ്പം കഴിഞ്ഞ തവണ ഓസ്കാർ നേടിക്കൊണ്ട് ഒരു ഫിലിം മേക്കർ, അയാളുടെ പേര് ജോനാഥൻ ഗ്ലേസറോ അങ്ങനെ ഒരാൾ, അയാൾ ഫലസ്തീൻ അനുകൂലമായി സംസാരിച്ചത് ഭയങ്കരമായ വിവാദം അവർ ഇൻഡസ്ട്രിക്കകത്തുണ്ടാക്കി. പുറത്തുനിന്ന് ഭയങ്കരമായ അറ്റാക്ക് അയാൾക്ക് നേരിടേണ്ടി വന്നു. അപ്പോൾ ഇത്തരം അനുഭവങ്ങളൊക്കെ മുന്നിൽ നിൽക്കെ പരമാവധി ആളുകൾ രാഷ്ട്രീയം പറയാതിരിക്കാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ തന്നെ സിനിമയുടെ ഒരു വേദിയല്ലേ, കലയുടെ വേദിയല്ലേ, അവിടെ നമ്മൾ രാഷ്ട്രീയം പറയേണ്ടത് എന്തിനാണെന്നൊക്കെ ആളുകൾ ചിന്തിക്കുന്ന ഒരു സ്ഥലത്ത് മലയാളിയായ ഒരു നടി അവർക്ക് അപൂർവങ്ങളിൽ അപൂർവമായി കിട്ടിയ ഒരു അവസരത്തിനകത്ത് ഒരു രാഷ്ട്രീയ സ്റ്റേറ്റ്മെൻറ്റിന് സ്പേസ് കണ്ടെത്തുന്നു എന്നത് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര അഭിമാനകരമായ കാര്യമാണ്. നേരത്തെ പറഞ്ഞ പോലെ മലയാള സിനിമയിലെ സ്ത്രീകൾ എവിടെ എന്നുള്ള ചോദ്യം ഒരു വശത്ത് ചോദിക്കപ്പെടുമ്പോൾ മലയാള സിനിമയിലെ സ്ത്രീകൾ ലോകത്തിൻ്റെ വേദിയിൽ പോയി നിൽക്കുന്നു എന്നതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികളൊന്ന്. അവിടെ നിൽക്കുക മാത്രമല്ല, സ്വാർത്ഥമോഹത്താലെ അവരുടെ റെഡ് കാർപ്പറ്റിലും അവരുടെ ഗൗണിൻ്റെ സൗന്ദര്യത്തിലും മാത്രമല്ല ശ്രദ്ധിക്കുന്നത്, മറിച്ച് അവർ രാഷ്ട്രീയം പറയാൻ ശ്രമിക്കുന്നു. ഫലസ്തീൻ എന്ന് പറയുന്ന വിഷയത്തോട് ഇന്ത്യൻ മനസ്സെന്താണ്, ഇന്ത്യയിലെ സാധാരണക്കാരായ മനുഷ്യർ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന കാര്യം അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ആ നിലയ്ക്ക് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര അഭിമാനം ഉണ്ടാക്കുന്ന, സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇന്നലെ കനി കുസൃതിയുടെ ആ വീഡിയോ അല്ലെങ്കിൽ അവരുടെ ആ ഫോട്ടോഗ്രാഫ് ഷെയർ ചെയ്യുന്ന വേറെ ഒരുപാട് പേരുണ്ട് കേട്ടോ. അവിടെ പോയപ്പം റിമാക്ക് അല്ലെങ്കിലായാലും പാർവതി ആയാലും അവരൊക്കെ ആ ഫോട്ടോഗ്രാഫ് ഷെയർ ചെയ്യുന്നു. ഇതുപോലെ ഒരു ബാഗ് തനിക്ക് വേണമെന്ന് ഇത് ഉണ്ടാക്കിയ കമ്പനിയുടെ താഴെ പോയി പാർവതി കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെ മാത്രമല്ല, അത് കണ്ട് ശരിയാവണ്ണം സന്തോഷിക്കുകയും അത് ഷെയർ ചെയ്യുകയും അത് അഭിമാനമാണെന്ന് പറയുകയും ചെയ്യുന്ന നടിമാരേ ഉള്ളൂ കേട്ടോ. നടിമാരാണ് മലയാളത്തിൽ കൂടുതൽ. അവരാണ് ആ രാഷ്ട്രീയം പറയുന്നവർ. കനി കുസൃതി അത് ചെയ്തതിൽ സന്തോഷിക്കുകയും അത് അഭിമാനത്തോടെ ഷെയർ ചെയ്യുകയും ചെയ്യുന്നതിൽ നടിമാരാണ് കൂടുതൽ. നടന്മാരെ എവിടെയും നമുക്ക് കാണാൻ കിട്ടില്ല. അപ്പോൾ രാഷ്ട്രീയം ഇന്ത്യയിലായാലും പുറത്തായാലും രാഷ്ട്രീയം പറയാൻ വിമുഖത കാണിക്കുന്ന നടന്മാരെക്കുറിച്ച് നിരാശപ്പെടുമ്പോൾ അതിനും അതുക്കും മേലെ ഒരു നടി കയറി നിൽക്കുന്നു എന്നത് സവിശേഷമായ സന്തോഷമാണ്. അവർ ആ കാര്യത്തിൽ അഭിനന്ദിക്കപ്പെടണം. യെസ്, തീർച്ചയായും അതുതന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം അറിയിച്ച കാൻ വേദിയിൽ കനി കുസൃതി എത്തിയപ്പോൾ അത് ഞങ്ങൾ എല്ലാ മലയാളികൾക്കും അഭിമാനം തന്നെയാണ്. ആ നിശ്ചയദാർഢ്യത്തിന്, ആ ഉറച്ച നിലപാടിന് ഞങ്ങളും അഭിനന്ദനം അറിയിക്കുകയാണ്.